നമസ്കാരം. നമ്മളിന്ന് ആശയവിനിമയവും വ്യക്തിബന്ധങ്ങളും എങ്ങനെ പോവും എന്നുള്ളതിനെക്കുറിച്ചാണ് പഠിക്കാൻ തുടങ്ങുന്നത്. പരസ്പര ആശയവിനിമയം എന്നാൽ അതിനകത്ത് ആശയവിനിമയമുണ്ട്, പരസ്പരം കൊടുക്കുന്ന അംഗീകാരവും ശ്രദ്ധയുമുണ്ട്, അഭിനന്ദനങ്ങളുണ്ട്, എല്ലാം കൂടെ ചേർന്നതാണ് പരസ്പര ആശയവിനിമയം എന്ന് പറയുന്നത്. എന്തിനാണ് നമ്മൾ ആശയവിനിമയം നടത്തുന്നത് എന്ന് നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. ഒന്നാമത്തെ കാര്യം, നമ്മൾ സാമൂഹ്യ ജീവികളായതുകൊണ്ടാണ്. രണ്ടാമത്തെ കാര്യം, നമ്മൾ തമ്മിൽ ബന്ധം ഉണ്ടാകണം എന്നുള്ളതാണ്. സാമൂഹ്യ ജീവികളായതുകൊണ്ട് നമുക്ക് പരസ്പര ബന്ധം ഉണ്ടാകണം. നമുക്ക് പരസ്പരം മീനിങ് ഫുൾ ആയിട്ടുള്ളൊരു ബന്ധം ഉണ്ടാകുക എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനം. ആ പരസ്പരം മീനിങ് ഫുൾ ആയിട്ടുള്ള ബന്ധം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സഹവർത്തിത്വത്തിൽ ജീവിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ആശയവിനിമയത്തെക്കുറിച്ച് പഠിക്കേണ്ടത്. ആശയവിനിമയം എന്താണെന്ന് നമുക്ക് ശാസ്ത്രീയമായിട്ട് നോക്കാം. അതിനൊരു നിർവചനം കൊടുത്തിട്ടുണ്ട്. ആശയവിനിമയത്തിൻ്റെ നിർവചനം എന്താണെന്ന് വെച്ചാൽ, പരസ്പര സംവേദനത്തിൻ്റെ ഒരു യൂണിറ്റ് അഥവാ ഒരു ഏകകമാണ് ആശയവിനിമയം. അതിനൊരു ഘടനയുണ്ട്. ആ ഘടന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ചോദന ഉണ്ടായിരിക്കണം, ആ ചോദനയ്ക്കൊരു പ്രതികരണം ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഒരു മറുപടി ഉണ്ടായിരിക്കണം. ഇതിൻ്റെ ഇടയിൽ ഒരു സ്വാതന്ത്ര്യമുണ്ട്, എങ്ങനെ പ്രതികരിക്കണമെന്ന് ചൂസ് ചെയ്യാനായിട്ട്. അതിനെക്കുറിച്ചാണ് നമ്മളിവിടെ പ്രത്യേകം മനസ്സിലാക്കേണ്ടത്. വിനിമയ അപഗ്രഥന ശാസ്ത്രത്തിൽ ആശയവിനിമയങ്ങളെ 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അത് 3 കാരണങ്ങളാലാണ് അങ്ങനെ തിരിച്ചിരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ കാരണം, അത് ഏത് വ്യക്തിഭാവത്തിൽ നിന്ന് തുടങ്ങുന്നു, ഏത് വ്യക്തിഭാവത്തിലേക്കാണ് ആശയം പോകുന്നത്, അല്ലെ ചോദ്യം പോകുന്നത്, എവിടെ നിന്ന് ഉത്തരം വരുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചാണ് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ആശയവിനിമയത്തിൻ്റെ ഗതി എങ്ങനെയാണെന്നുള്ളതനുസരിച്ചാണ്. ചോദിക്കുന്ന സ്ഥലത്ത് നിന്ന് തന്നെയാണോ ഉത്തരം കിട്ടുന്നത്, അതോ വേറെ ഒരു വ്യക്തിഭാവത്തിൽ നിന്നാണോ ഉത്തരം കിട്ടുന്നത്. മൂന്നാമത്തെ കാര്യം, അതിൻ്റെ ഒരു നിയമമുണ്ട്, ആ നിയമത്തിനനുസരിച്ചാണ്. അതിനെക്കുറിച്ച് നമുക്കിന്ന് വിശദമായിട്ട് അടുത്ത പാഠങ്ങളിൽ പഠിക്കാം. ആശയവിനിമയത്തിൻ്റെ നിയമങ്ങൾ എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് നോക്കാം. ഏത് വ്യക്തിഭാവത്തിനോട് സംസാരിക്കുന്നു, ആ ഏത് വ്യക്തിഭാവം മറുപടി പറയുന്നു, അല്ലെങ്കിൽ ആശയവിനിമയത്തിൻ്റെ ഗതി എങ്ങനെയാണ് എന്നുള്ളതനുസരിച്ചാണ് 3 നിയമങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഒന്നാമത്തെ തരം ആശയവിനിമയ രീതിക്ക് അനുപൂരക സംഭാഷണം അല്ലെങ്കിൽ സമാന്തര സംഭാഷണം എന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ അതിന് ഇംഗ്ലീഷിൽ പാരലൽ അഥവാ കോംപ്ലിമെൻ്ററി എന്ന് പറയും. ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ ഏത് ഈഗോ സ്റ്റേറ്റിൽ നിന്ന് ചോദിക്കുന്നു, ഇപ്പോൾ പേരൻ്റ് ഈഗോ സ്റ്റേറ്റിൽ നിന്നൊരു ചോദന വന്നാൽ അതിന് മറുപടി പേരൻ്റ് ഈഗോ സ്റ്റേറ്റിൽ നിന്ന് തന്നെ തിരിച്ചു കിട്ടുന്നു, അത് പാരലലാണ്. അഡൾട്ടിൽ നിന്ന് അഡൾട്ടിലേക്ക് ചോദിക്കുന്നു, അതും പാരലലാണ്. ശിശുഭാവത്തിൽ നിന്ന് ശിശുഭാവത്തിലേക്ക് ചോദിക്കുന്നു, അവിടെ ശിശുഭാവത്തിൽ നിന്നൊരു മറുപടി കിട്ടുന്നു, അന്നേരം അതും പാരലലാണ്. ഇത് വേറൊരു ഉദാഹരണമാണ്. പിതൃഭാവത്തിൽ നിന്ന് ശിശുഭാവത്തിലേക്ക് ചോദിക്കുന്നു, ശിശുഭാവം അതിനൊരു മറുപടി കൊടുക്കുമ്പം അതും പാരലലാണ്. ഇത്തരം ആശയവിനിമയത്തെ സംബന്ധിച്ച് നിയമം എന്താണെന്ന് വെച്ചാൽ, സംഭാഷണങ്ങൾ അനുപൂരകമാണെങ്കിൽ സംഭാഷണം എത്ര നേരം വേണമെങ്കിലും തുടരാം എന്നേ പറയുന്നുള്ളൂ, തുടരും എന്ന് പറയുന്നില്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം. അനുപൂരക സംഭാഷണത്തിൻ്റെ ഒരു ഉദാഹരണം നമുക്കിവിടെ കാണാം. അധ്യാപകൻ ഒരു ചോദ്യം കുട്ടികളോട് ചോദിക്കുന്നു, കുട്ടികൾ അതിന് ശിശുഭാവത്തിൽ നിന്ന് മറുപടി പറയുന്നു. അധ്യാപകൻ്റെ പിതൃഭാവത്തിൽ നിന്നാണ് പറയുന്നത്, ഈ ആഴ്ചത്തെ ക്ലാസ് ആരും മുടക്കാൻ പാടില്ല. അപ്പോൾ കുട്ടികൾ യെസ് സർ എന്ന് പറയുമ്പം അത് കോംപ്ലിമെൻ്ററിയാണ്. ഇത് വേറൊരു ഉദാഹരണമാണ്, ജോലി സ്ഥലത്ത് നടക്കുന്ന ഒരു ഉദാഹരണമാണ്. അവിടെ ജോലി ചെയ്യുന്ന ആളുടെ മേധാവി ചോദിക്കുകയാണ്, എവിടെയാണ് പഠിച്ചത്? അപ്പോൾ കേൾക്കുന്ന ആൾ പറയുകയാണ്, പാമ്പാടി കോളേജിലാണ് പഠിച്ചത്. അപ്പോൾ അത് അഡൾട്ടിൽ നിന്ന് അഡൾട്ടിലേക്ക് ഒരു വിവരം ചോദിക്കുകയാണ്, അതിന് മറുപടിയായിട്ട് ഒരു വിവരത്തിൻ്റെ ഉത്തരം കൊടുക്കുകയാണ്. അപ്പോൾ അതും ഒരു അനുപൂരക സംഭാഷണമാണ്. ഇത് നിങ്ങൾക്കൊരു എക്സസൈസാണ്. ഭർത്താവ് ഭാര്യയോട് പറയുന്നു, കുട്ടികളെല്ലാം എവിടെ പോയി? ഭാര്യ അതിന് മറുപടി പറയുന്നു,
അപ്പുറത്തെ വീട്ടിൽ കളിക്കുന്നുണ്ട്. എങ്ങനെയായിരിക്കും അവരുടെ സംഭാഷണത്തിൻ്റെ വരകൾ പോകുന്നത്? ഏത് വ്യക്തിഭാവത്തിൽ നിന്ന് ഏത് വ്യക്തിഭാവത്തിലേക്കായിരിക്കും എന്ന് നിങ്ങളൊന്ന് വരച്ചു നോക്കിക്കേ. ഞാനിപ്പോൾ അത് വരച്ചിട്ടുണ്ട്. ഇതിലാണോ നിങ്ങൾ വരച്ചതെന്നൊന്ന് ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യം. ഭർത്താവ് ഭാര്യയോട് ചോദിക്കുകയാണ്, ഭക്ഷണം തയ്യാറായോ? ഭാര്യ പറയുകയാണ് 5 മിനിറ്റ് കൂടെ വേണമെന്ന്. നിങ്ങൾ അതിൻ്റെ പടം ഒന്ന് വരച്ചേ. ഇങ്ങനെയാണോ വരച്ചേ? ഒരു വിവരം ചോദിക്കുക. അപ്പോൾ അഡൾട്ടിൽ നിന്ന് അഡൾട്ടിലേക്കാണ്. മൂന്നാമത്തെ ചോദ്യം. എനിക്കിന്ന് നല്ല യാത്രാക്ഷീണമുണ്ട്. അപ്പോൾ ഭാര്യയും പറയുകയാണ്, എനിക്ക് നല്ല ക്ഷീണമാണ്, ബസ്സിലെന്ന് ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ അത് എവിടെ നിന്ന് എങ്ങോട്ടായിരിക്കും? വരച്ച് നോക്കിക്കേ. ഇങ്ങനെയാണോ നോക്കിക്കേ. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, പുറത്തുള്ള കാര്യങ്ങൾ പറയുന്നത് എപ്പോഴും പാരൻറ്റിൽ നിന്ന് പാരൻറ്റിലേക്കാണ്. കുട്ടികൾ പുറത്തുള്ളവരാണ്, അവരുടെ അകത്തെ കാര്യങ്ങളല്ല, വ്യക്തിപരമായ കാര്യമല്ല അത്. കുട്ടികൾ വേറെ ആളുകളാണ്. അപ്പോൾ വേറെ ആളുകളെക്കുറിച്ച് പറയുന്നത് എപ്പോഴും തന്നെ പിതൃഭാവത്തിൽ നിന്ന് പിതൃഭാവമായിരിക്കും. ഒരു വിവരം അറിയാൻ സംസാരിക്കുന്നത് എപ്പോഴും പക്വഭാവമായിരിക്കും. സ്വന്തം കാര്യങ്ങൾ പറയുമ്പോൾ എപ്പോഴും ശിശുഭാവമായിരിക്കും. അതാണ് അതിൻ്റെ ഒരു ശരിയായ പ്രമാണം. ഇത് രണ്ടാമത്തെ തരം സംഭാഷണത്തിൻ്റെ ഒരു ചിത്രമാണ്. ഇതിന് ക്രോസ്ഡ് അല്ലെങ്കിൽ നോൺ കോംപ്ലിമെൻ്ററി എന്ന് പറയും. ഇവിടെ വരകൾ തമ്മിൽ ക്രോസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ വ്യക്തിഭാവങ്ങൾ അനുപൂരകമല്ല. ഈ സംഭാഷണം കേൾക്കുന്ന ആൾക്കൊരു തടസ്സം അനുഭവപ്പെടും. അതുകൊണ്ട് അത് തടസ്സപ്പെടുത്തുന്ന സംഭാഷണമെന്നും പറയാറുണ്ട്. ഒരാൾ പിതൃഭാവത്തിൽ നിന്ന് ശിശുഭാവത്തിലേക്ക് ഒരു ചോദ്യം ചോദിക്കുമ്പം കേൾക്കുന്നയാൾ ശിശുഭാവത്തിൽ നിന്ന് മറുപടി പറഞ്ഞാൽ അത് കോംപ്ലിമെൻ്ററിയാണ്. നേരെ മറിച്ച് പിതൃഭാവത്തിൽ നിന്ന് മറുപടി പറയുമ്പം അതൊരു തടസ്സപ്പെടുത്തുന്ന സംഭാഷണമാകും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരാളൊരു ചോദ്യം ചോദിക്കുകയാണ്, അഡൾട്ടിൽ നിന്ന് അഡൾട്ടിലേക്കാണ്, പക്വഭാവത്തിൽ നിന്ന് പക്വഭാവത്തിലേക്കാണ്. പക്ഷേ അതിൻ്റെ മറുപടി വരുന്ന എവിടെ നിന്നാന്ന് നോക്കി? പിതൃഭാവത്തിൽ നിന്നാണ്. അപ്പോൾ അതും ഒരു തടസ്സമാകും. അപ്പോൾ ഇങ്ങനെയുള്ള സംഭാഷണത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സംഭാഷണം വിരുദ്ധമായാൽ സംഭാഷണം തടസ്സപ്പെടും. തടസ്സപ്പെട്ട് കഴിഞ്ഞാൽ ഒരാളോ രണ്ടുപേരുമോ ഈഗോ സ്റ്റേറ്റ് മാറിയെങ്കിൽ മാത്രമേ സംഭാഷണം തുടരാൻ സാധിക്കുകയുള്ളൂ. 1-2 എക്സാമ്പിൾസ് പഠിക്കുമ്പം ഇത് കുറച്ചുകൂടെ നിങ്ങൾക്ക് വ്യക്തമാകും. ഒരു മുതലാളിയും തൊഴിലാളിയും തമ്മിലുള്ളൊരു സംഭാഷണമാണ് ഇവിടെ ഉദാഹരണമായിട്ട് പറയുന്നത്. മുതലാളി പറയുകയാണ്, പറഞ്ഞിരിക്കുന്ന പണി ജൂൺ 15-ന് തന്നെ തീർത്തിരിക്കണം. അപ്പോൾ തൊഴിലാളി പറയുകയാണ്, അത് നടക്കുകയില്ല മുതലാളി. എൻ്റെ വര നിങ്ങളൊന്ന് വരച്ച് നോക്കിക്കുക എങ്ങനെയായിരിക്കുമെന്ന്. പറഞ്ഞ ഉദാഹരണം മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റും. ഇതാണ് മുതലാളിയുടെ വര. തൊഴിലാളിയുടെ മറുപടി എങ്ങനെയാണ്? അത് നടക്കുകയില്ല മുതലാളിന്ന്. അപ്പോൾ അത് കേൾക്കുമ്പോൾ മുതലാളിക്കൊരു എതിർപ്പാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ സംഭാഷണം എങ്ങനെയൊക്കെ മാറി മറിയാമെന്ന് നമുക്കൊന്ന് നോക്കാം. മുതലാളി ഉടനെ പറയാൻ സാധ്യതയുള്ളൊരു കാര്യം എന്നാ, എന്തൊരു തൻ്റെ ഇടമാണ് നിനക്ക് എന്നോട് ഇങ്ങനെ പറയാൻ. അപ്പം തൊഴിലാളി ഒരു കാരണം പറയാൻ തുടങ്ങുക. അത് മുതലാളി കേൾക്കത്തില്ല. ഉടനെ മുതലാളി പറയും, എനിക്ക് നിൻ്റെ കാരണമൊന്നും കേൾക്കണ്ട. അപ്പോൾ തൊഴിലാളി പെറുവിറുക്കും, ഇയാൾക്ക് വട്ട. അപ്പോൾ അവിടെ ഒരുപാട് ക്രോസുകൾ ഉണ്ടാകുന്നുണ്ട്. ഇതേക്കുറിച്ച് വിശദമായിട്ട് നിങ്ങൾക്ക് പിന്നെ പഠിക്കാൻ പറ്റും. ഇപ്പം നിങ്ങൾ വിരുദ്ധം അല്ലെങ്കിൽ അനുപൂരകമല്ലാത്ത അല്ലെ തടസ്സപ്പെടുത്തുന്നത് എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാനിത് കാണിച്ചു എന്നുള്ളതേ ഉള്ളൂ. ഇനി വേറൊരു ഉദാഹരണം നോക്കാം. അച്ഛൻ മകനോട് ചോദിക്കുക, നീ എവിടെ പോയിരുന്നു? ഒരു വിവരം ചോദിച്ചതാണ് അച്ഛൻ. അപ്പം മകൻ പറയുകയാണ്, എനിക്കിപ്പോൾ അത് പറയാൻ പറ്റത്തില്ല. അപ്പോൾ അതിൻ്റെ എങ്ങനെയായിരിക്കും? നിങ്ങൾ ആ വരയൊന്ന് വരച്ച് നോക്കിക്കേ. കണ്ടോ? മകൻ അച്ഛനൊരു ചോദ്യം അഡൾട്ടിൽ നിന്ന് അഡൾട്ടിലേക്കാണ് ചോദിച്ചത്, പക്ഷേ ഉത്തരം വന്നത് പാരൻറ്റിൽ നിന്നാണ്. അപ്പോൾ അതും ഒരു വിരുദ്ധമാണ്. ഇതിനെന്തൊക്കെ മാനങ്ങളുണ്ടാകാമെന്ന് നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം. എങ്ങനെയൊക്കെ ആയിരിക്കും തുടരാൻ സാധ്യത? അച്ഛൻ ചോദിക്കും ഉടനെ, എന്നോടിങ്ങനെ പറയാൻ നിനക്ക് എന്തൊരു തൻ്റെ ഇടവാണ്. അപ്പം മകൻ ഒരു കാരണം പറയാൻ തുടങ്ങുക, അതേ അച്ഛാ,
ഞാൻ എന്നാ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ, അപ്പോൾ അച്ഛൻ ഉടനെ ദേഷ്യപ്പെടുകയാണ്, എനിക്ക് കാരണമൊന്നും കേൾക്കണ്ട. അപ്പോഴത്തേനും മകൻ പറയുകയാണ്, അച്ഛന് വട്ട. അപ്പം ഇങ്ങനെ ഒരു വഴക്ക് വീണ്ടും ഒരു വഴക്കായിട്ട് തീരും. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് നമുക്ക് ഒന്നുകൂടെ വിശദമായിട്ട് ബാക്കിയുള്ള ഭാഗങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. തൽക്കാലം ഇത് മനസ്സിൽ ഓർത്ത് വയ്ക്കുക. ഇതിന് വേറൊരു മാനമുണ്ട്, വേറെ രീതിയിൽ ഇത് സംഭാഷിക്കാൻ പറ്റും. അതാണ് തടസ്സപ്പെടുത്തുന്ന സംഭാഷണങ്ങൾ ഉണ്ടാക്കിയാൽ ഒരാളോ രണ്ടുപേരുമോ വ്യക്തിഭാവം മാറ്റിയാൽ എങ്ങനെ സംഭവിക്കുമെന്നുള്ളത്. അതിനൊരു ഉദാഹരണമാണിത്. മുതലാളി ഉടനെ ചോദിക്കുകയാണ് തൊഴിലാളിയോട്, എന്താ നീനക്ക് അങ്ങനെ പറയുന്നതിൻ്റെ കാരണം? അപ്പോൾ തൊഴിലാളി പറയുകയാണ്, അടുത്ത ആഴ്ച തൊഴിലാളി സമരമാണ്, ലോറി സമരമാണ്. അപ്പം മുതലാളിക്ക് മനസ്സിലായി അതിനകത്ത് കാര്യമുണ്ടെന്ന്. അപ്പോൾ മുതലാളി പറയുകയാണ്, ശരി, എന്നാൽ നമുക്കത് 26-ാം തീയതി ആക്കാം. അപ്പോൾ ഉടനെ തൊഴിലാളി പറഞ്ഞു ശരി. അപ്പോൾ ആദ്യം എതിർപ്പ് പോലെ തോന്നിയത് മുതലാളിയുടെ ഭാവം മാറ്റിയപ്പം അത് തിരിച്ചവർക്ക് സംസാരിക്കാൻ പറ്റി. ആ പ്രശ്നം അവിടെ പരിഹരിക്കുകയും ചെയ്തു. ഇതൊരു എക്സസൈസാണ്. നിങ്ങൾ ഈ ചിത്രം ആദ്യം ഒന്ന് വരയ്ക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ആരോടെങ്കിലും സംസാരിച്ചപ്പം ഉള്ളിൽ തടസ്സമോ അല്ലെ മനസ്സിൽ വിഷമോ തോന്നി 1-2 സന്ദർഭങ്ങൾ ഓർത്തെടുക്കുക. എന്നിട്ട് താഴെ കാണുന്ന ചിത്രം വരച്ച് ആ സംഭാഷണം നേരത്തെ പഠിച്ച ഒരു നിയമം വെച്ച് ഒന്ന് വരച്ച് നോക്കുക. ഇത് 3-ാമത്തെ തരം സംഭാഷണമാണ്. ഗോപ്യമായത് അല്ലെങ്കിൽ സുതാര്യമല്ലാത്തത് അല്ലെ ഗൂഢമായത് എന്നൊക്കെ നമുക്ക് ഇത്തരം സംഭാഷണത്തെ വിളിക്കാം. ഇതിനെ അൾട്ടീരിയർ ഓർ നോൺ കോൺഗ്രുവൻ്റ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്നു. ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ രണ്ട് ഭാവങ്ങൾ തമ്മിൽ സംസാരിക്കുന്നു. പക്ഷേ അപ്പോൾ ആ സമയത്ത് 2 അല്ല 4 ആക്ച്വലി അവിടെ ഇടപെടുന്നത്. അതായത് പക്വഭാവത്തിൽ നിന്ന് പക്വഭാവത്തിലേക്ക് സംസാരിക്കുന്ന പോലെ നമുക്ക് തോന്നും. അതോടൊപ്പം തന്നെ ശിശുഭാവത്തിൽ നിന്ന് ശിശുഭാവത്തിലേക്ക് ഒരു മെസ്സേജ് പോകുന്നുണ്ടാവും. അതിനെയാണ് നമ്മൾ ഗോപ്യമായിട്ട് പറയുന്നത് എന്ന് പറയുന്നത്. അത് 2 രീതിയിലുണ്ടാവാം. ഈ ആദ്യം കാണിച്ചത് ഡ്യൂപ്ലെക്സ് എന്ന് പറയും, കാരണം അവിടെ 4 വ്യക്തിഭാവങ്ങൾ ഇൻവോൾവ് ആണ്. രണ്ടാമത്തേത് ആംഗുലർ എന്ന് പറയും, അവിടെ 3 വ്യക്തിഭാവങ്ങളെ ഇൻവോൾവ് ആയിട്ടുള്ളൂ. ഈ രീതിയുടെ ഒരു നിയമം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആരെങ്കിലും ഇങ്ങനെ സംസാരിക്കുമ്പം അതിൻ്റെ ഔട്ട്കം അല്ലെങ്കിൽ പ്രതികരണം എപ്പോഴും മാനസികമായിട്ട് പറഞ്ഞ അല്ലെങ്കിൽ ശരീരഭാഷ ഉപയോഗിച്ച് പറഞ്ഞ അല്ലെ ഗോപ്യമായിട്ട് പറഞ്ഞ ആ സംഭാഷണത്തിനായിരിക്കും പ്രതികരണം കിട്ടുക എന്നുള്ളതാണ്. അതായത് നമ്മൾ പറയുമ്പം പ്രതീക്ഷിക്കാത്ത പ്രതികരണം വരുമ്പം ഒരു കാര്യം ഓർത്തു, നമ്മളെന്തോ ഗോപ്യമായിട്ട് നമ്മുടെ ശരീരം കൊണ്ട് വേറെ എന്തോ കൂടെ പറഞ്ഞിട്ടുണ്ട്. അതാണ് കേട്ടയാൾ കേട്ടത്, അതുകൊണ്ടാണ് മറുപടി മാറി വന്നത് എന്ന് മനസ്സിലാക്കിക്കോണം. ഇവിടെ നമുക്ക് ഒരു ഗോപ്യ സംഭാഷണത്തിൻ്റെ ഉദാഹരണം നോക്കാം. മകൻ അച്ഛനോട് പറയുകയാണ്, അച്ഛാ എനിക്ക് സുഖമില്ല, എനിക്കിന്ന് പരീക്ഷയുണ്ടല്ലോ എന്ന് അച്ഛൻ ചോദിക്കുക. പേടിക്കേണ്ട, അറിയാവുന്ന പോലെ എഴുതിയാൽ മതി. അപ്പം മകൻ അവിടെ ഗോപ്യമായിട്ട് പറഞ്ഞ എന്താ, എനിക്ക് സ്കൂളിൽ പോകണ്ടെന്നാണ്. അത് അച്ഛന് മനസ്സിലായി അവൻ്റെ ശരീരഭാഷയിൽ നിന്ന്. അതുകൊണ്ട് അച്ഛൻ അവനോട് പറഞ്ഞു, പേടിക്കേണ്ട, പരീക്ഷയുണ്ടല്ലേ, അറിയാവുന്നതുപോലെ എഴുതിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ അച്ഛൻ്റെ ചെറുപ്പത്തിൽ അച്ഛനും ഇതുപോലെ ഉണ്ടായിട്ടുണ്ടാവാം, അതുകൊണ്ടായിരിക്കും അച്ഛന് പെട്ടെന്നത് മനസ്സിലായി. അപ്പോൾ അച്ഛൻ അത് ചൈൽഡിലാണ് കേട്ടത്. അപ്പോൾ ആ ചൈൽഡിൽ നിന്നുള്ള മറുപടിയാണ് പറഞ്ഞു, പേടിക്കണ്ട, കൂട്ടുകാർ പറയുന്നത് പോലെ പറഞ്ഞു, പരീക്ഷ അറിയാവുന്ന പോലെ എഴുതിയാൽ മതി എന്ന് പറഞ്ഞു. ഇവിടെ വേറൊരു ഉദാഹരണം കാണാം. 2 കൂട്ടുകാർ കടയിൽ വെച്ച് സംസാരിക്കുന്നതാണ്. ഒരാളോട് പറയുകയാണ്, എടോ നിനക്ക് ചോക്ലേറ്റ് വേണ്ടേ? അപ്പോൾ രണ്ടാമത്തെ ആൾ പറയുകയാണ്, വേണം, ഓർപ്പിച്ചത് നന്നായി. ഇവിടെ എന്താ സംഭവിച്ചേ? ആദ്യത്തെ ആൾ ഗോപ്യമായിട്ട് പറഞ്ഞ എന്താ, എനിക്ക് ചോക്ലേറ്റ് വേണം. അത് രണ്ടാമത്തെ ആൾ കേട്ടു, ചൈൽഡിൽ കേട്ടു. അതുകൊണ്ട് പറയുകയാണ്, നീ ഓർപ്പിച്ചത് നന്നായി എന്നാണ് അഡൾട്ടിൽ നിന്ന് പറയുന്നത്. പക്ഷേ അവൾക്കും കൊടുക്കും ചോക്ലേറ്റ്. അപ്പം നമുക്കൊരു സാധനം കിട്ടണമെങ്കിൽ നമ്മളിങ്ങനെയുള്ള ചില സൂത്രപ്പണികൾ മനസ്സറിഞ്ഞല്ലായിരിക്കും പലപ്പോഴും ചെയ്യാറുണ്ട്. അതാണ് ആംഗുലർ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ആശയവിനിമയങ്ങളെ സംബന്ധിച്ച 3 നിയമങ്ങൾ ഒന്നും കൂടെ ഒന്ന് വായിച്ച് മനസ്സിലാക്കാം. അപ്പോൾ സംഭാഷണങ്ങൾ പാരലൽ അല്ലെങ്കിൽ സമാന്തരം അല്ലെങ്കിൽ അനുപൂരകമാണെങ്കിൽ എത്ര നേരം വേണേലും സംസാരിച്ചുകൊണ്ടിരിക്കാം, അവിടെ വഴക്കുണ്ടാവുന്നില്ല. എന്ന് കരുതി എപ്പോഴും സംസാരിക്കണമെന്നില്ല, പക്ഷേ നമുക്ക് തടസ്സങ്ങളൊന്നും അവിടെ ഇല്ല. രണ്ടാമത്തെ നിയമം പറയുന്നത്
സംഭാഷണത്തിൽ തടസ്സം ഉണ്ടായാൽ, അതായത് അല്ലെങ്കിൽ ചോദിക്കുന്ന വ്യക്തിഭാവത്തിൽ നിന്നല്ല നമുക്ക് മറുപടി കിട്ടുന്നതെങ്കിൽ, അതായത് അഡൾട്ടിനോട് ചോദിക്കുമ്പോൾ പേരൻ്റ് മറുപടി പറയുന്നതൊക്കെ നമ്മൾ കണ്ടു. അങ്ങനെ സംഭവിക്കുമ്പോൾ തടസ്സം ഉണ്ടാവും. തടസ്സം ഉണ്ടായാൽ ആരെങ്കിലും ഒരാളെങ്കിലും വ്യക്തിഭാവം മാറ്റിയാലേ നമുക്ക് തടസ്സം മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയത്തുള്ളൂ. അപ്പോൾ ആ മുതലാളി തൊഴിലാളിയുടെ ഉദാഹരണം ഞാൻ പറഞ്ഞത് നിങ്ങളിവിടെ ഓർക്കുക. മൂന്നാമത്തെ നിയമം പറയുന്നത്, ഗോപ്യമായ സംഭാഷണങ്ങൾ നടക്കുമ്പോൾ ഗോപ്യമായതിനാണ് മറുപടി കിട്ടുന്നത്. അല്ലെങ്കിൽ അത് മിക്കവാറും നമ്മൾ ബോഡി ലാംഗ്വേജ് അല്ലെങ്കിൽ ശരീരഭാഷ കൊണ്ടായിരിക്കും അത് പറയുന്നത്. അപ്പോൾ പറയുന്ന ആൾക്കത് അത്രയ്ക്ക് അവെയറല്ലായിരിക്കും, പക്ഷേ കേൾക്കുന്നയാൾ അത് കൂടുതൽ കേൾക്കാൻ കഴിയും അല്ലെങ്കിൽ കാണാൻ കഴിയും ശരീരം. അപ്പം മറുപടി എവിടുന്ന് വരും? മറുപടി ശരീരഭാഷ കൊണ്ട് പറഞ്ഞ വിഷയത്തിനായിരിക്കും മറുപടി കിട്ടുന്നത്. അപ്പം എനിക്കിന്ന് സുഖമില്ല എന്ന് പറഞ്ഞപ്പോൾ സ്കൂളിൽ പോകണ്ടെന്നുള്ള ആ ഗോപ്യമായിട്ട് പറഞ്ഞതെന്ന് അച്ഛന് മനസ്സിലായത് ഉദാഹരണം ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഈ 3 നിയമങ്ങളും ഓർക്കുക. ഇനി ഒരു എക്സസൈസ് ചെയ്യുക. നിങ്ങൾക്കിതുപോലെയുള്ള എക്സ്പീരിയൻസ് ഉണ്ടായത് ഓർത്തെടുത്തിട്ട് ഈ താഴെ കാണുന്ന പോലെ ഒരു ചിത്രം വരച്ചിട്ട് നിങ്ങളുടെ ഗോപ്യ സംഭാഷണങ്ങൾക്ക് അല്ലെ പ്രതികരിക്കാത്ത വന്നത് എന്തായിരിക്കാം എന്നൊന്ന് ചിന്തിച്ച് നോക്കുക. മറുപടി വെച്ച് നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ എന്തായിരിക്കും ശരീരം കൊണ്ട് പറഞ്ഞതെന്ന്. അതൊന്ന് വരച്ച് നോക്കുക. നമുക്ക് ഡിസ്കഷൻ വരുമ്പം എപ്പോഴെങ്കിലും അതേക്കുറിച്ച് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാം. ഈ ആഴ്ച പഠിച്ചതിൻ്റെ വെച്ചിട്ടൊരു തുടർ പരിശീലനം ഞാൻ പറയുകയാണ്. സ്വന്തം വ്യക്തിഭാവങ്ങളെ ശ്രദ്ധിക്കാൻ പരിശീലിക്കണം. നമ്മുടെ സംസാര രീതികളെ ശ്രദ്ധിക്കാൻ പഠിക്കണം. നമ്മൾ ഇടപെടുന്ന മറ്റാളുകളുടെ വ്യക്തിഭാവങ്ങളെയും ശ്രദ്ധിക്കാൻ പഠിക്കുക. അപ്പോൾ അന്നേരം നമുക്ക് നമ്മളുടെ മേലൊരു നിയന്ത്രണം വരും. ആ ശ്രദ്ധിക്കാൻ പഠിക്കുകയും മറ്റുള്ളവരെ കാണുകയൊക്കെ ചെയ്യുമ്പോൾ. താങ്ക് യു. ഈ പറഞ്ഞ എക്സസൈസൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ വീഡിയോ പുറകോട്ട് പോയിട്ട് വീണ്ടും കാണാം. എക്സസൈസൊക്കെ വീണ്ടും ചെയ്യുക. സ്വന്തം വ്യക്തിഭാവവും മറ്റുള്ളവരുടെ വ്യക്തിഭാവവും ശ്രദ്ധിക്കുക എന്നുള്ളത് ശീലിക്കുകയും ചെയ്യുക. അടുത്ത ആഴ്ച വേറൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് കാണാം.